കാറ്റ് കൊണ്ടുവന്ന വാഗ്ദാനം. കാസർഗോഡിലെ ഒരു ചെറിയ തീരഗ്രാമം. പ്രഭാതത്തിൽ കടൽക്കരയിൽ മീൻപിടുത്ത ബോട്ടുകൾ തിരിച്ചുവരും. സന്ധ്യാകാലത്ത് ആകാശം ഓറഞ്ച് നിറം പൂശും. ആ ഗ്രാമത്തിലെ പഴയ ലൈറ്റ് ഹൌസിന് സമീപം ഓരോ ദിവസവും ഒരാൾ ഇരിക്കാറുണ്ടായിരുന്നു. അവൾ നയന. അവൾ കടൽ ജീവശാസ്ത്രം പഠിച്ച ഒരാൾ. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ രഹസ്യങ്ങൾ തേടുന്നവൾ. പക്ഷെ സ്വന്തം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അവൾക്കിപ്പോഴും ഭയം. അവളുടെ ജീവിതത്തിൽ ഒരിക്കൽ ഒരാൾ വന്നിരുന്നു. വിദേശത്തേക്ക് പോയി. വേഗം തിരിച്ചുവരാം എന്ന വാഗ്ദാനം നൽകി. പക്ഷെ ആ വാഗ്ദാനം കാറ്റിൽ കലങ്ങിപ്പോയി. അതുകൊണ്ട് നയന ഇനി ആരെയും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു ദിവസം ഗ്രാമത്തിലേക്ക് പുതിയൊരു ഫോട്ടോഗ്രാഫർ എത്തി. ആരവ്. വന്യജീവി ചിത്രങ്ങൾ പകർത്താൻ വന്നതായിരുന്നു. ആദ്യ കണ്ടുമുട്ടൽ ലൈറ്റ് ഹൌസിനരികിൽ. ഈ കടൽ എപ്പോഴും ഇങ്ങനെ ശാന്തമാണോ? ആരവ് ചോദിച്ചു. നയനെ ഒന്ന് ചിരിച്ചു. മുകളിൽ ശാന്തം തോന്നും, അകത്ത് വലിയ പ്രവാഹമുണ്ട്. അത് കേട്ട ആരവ് പറഞ്ഞു, അപ്പോൾ നീ കടൽ പോലെയാണോ? അവൾ മറുപടി നൽകിയില്ല. പക്ഷെ ആദ്യമായി അവൾക്കൊരാൾ തന്റെ ഉള്ളിലേക്ക് നോക്കിയതായി തോന്നി. അടുത്ത ദിവസങ്ങളിൽ അവരൊരുമിച്ച് കടൽ തീരത്ത് നടന്നു. ആരവ് തിരകളുടെ ചിത്രങ്ങളെടുത്തു. നയന അവനെ സമുദ്രജീവികളെക്കുറിച്ച് പഠിപ്പിച്ചു. ഒരു വൈകുന്നേരം കനത്ത കാറ്റ് വീശി. കടൽ ഉഗ്രമായി. നിനക്ക് വീണ്ടും വിശ്വസിക്കാൻ പേടിയാണോ? ആരവ് നേരെ ചോദിച്ചു. നയന കണ്ണുകൾ കടലിലേക്ക് തിരിച്ചു. വാഗ്ദാനങ്ങൾ എനിക്ക് ഭയമാണ്. ആരവ് അവളുടെ അരികിൽ നിന്നു പറഞ്ഞു, ഞാൻ വലിയ വാഗ്ദാനങ്ങളൊന്നും നൽകില്ല. പക്ഷെ ഇന്ന് നിന്നോടൊപ്പം നടക്കുന്നു, നാളെയും നടക്കാൻ ശ്രമിക്കും. അത് വലിയ പ്രഖ്യാപനമായിരുന്നില്ല, പക്ഷെ സത്യമായിരുന്നു. മാസങ്ങൾ കടന്നു. ആരവിന്റെ പ്രോജക്റ്റ് അവസാനിക്കാൻ സമയമായി. ഞാൻ തിരിച്ചുവരും, അവൻ പറഞ്ഞു. നയന ഉടൻ പറഞ്ഞു, വാഗ്ദാനം വേണ്ട. ആരവ് ചിരിച്ചു. അപ്പോൾ ഒരു കാര്യം മാത്രം, നീ ലൈറ്റ് ഹൌസിലിരിക്കുമ്പോൾ കാറ്റ് വന്നാൽ ഞാൻ ഓർമ്മ വരുമെങ്കിൽ മതിയാകും. അവൻ പോയി. ദിവസങ്ങൾ കടന്നു. ഒരു സന്ധ്യ ശക്തമായ കാറ്റ്. നയന ലൈറ്റ് ഹൌസിനരികിൽ ഇരിക്കുകയായിരുന്നു. അകലെ ഒരാൾ നടന്നുവരുന്നത് കണ്ടു. ആരവ്. ഞാൻ പറഞ്ഞില്ലേ, കാറ്റ് വഴികാട്ടും. നയനയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇപ്രാവശ്യം, അവൾ പറഞ്ഞു, വാഗ്ദാനം വേണ്ട, കൂടെ നിന്നാൽ മതി. കടൽ ശാന്തമായി. ലൈറ്റ് ഹൌസിന്റെ വെളിച്ചം ദൂരെയായി തിരകളെ തഴുകി. ചില പ്രണയങ്ങൾ വാക്കുകളിൽ നിന്നല്ല വരുന്നത്, അവ കാറ്റുകൊണ്ടുവരും. ശബ്ദമില്ലാതെ, പക്ഷെ ഉറപ്പോടെ.